നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥ. MLA പരിഹസിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സമരം. MLAയുടെ മുഖം മൂടി അണിഞ്ഞ് പ്രകടനം നടത്തി. ഓണക്കാലത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് നഗരസഭയും MLAയുമെന്ന യൂത്ത് കോൺഗ്രസ്. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം. എതിർപ്പുമായി ഭരണപക്ഷാംഗങ്ങളും. നേരത്തെ അനുവദിച്ച 1.5 കോടിയുടെ പ്രവൃത്തി നടന്നോ എന്ന് പരിശോധിക്കണമെന്നും അംഗങ്ങൾ. പുരോഗമനം പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. വർഗീയത രാഷ്ട്രീയ പ്രേരിതം. മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങളിൽ വർഗീയതയില്ലെന്നും ഫസൽ ഗഫൂർ. ദേഹമാകെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് മരിച്ചു. മണ്ണാർക്കാട് പുല്ലിശ്ശേരി സ്വദേശി ജാബിറാണ് മരിച്ചത്. മാതൃസഹോദരങ്ങൾ സംഘം ചേർന്ന് ആക്രമിച്ചെന്ന് കാണിച്ച് യുവാവിന്റെ പിതൃസഹോദരൻ പോലീസിൽ പരാതി നൽകി. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കൊട്ടേഷൻ സംഘത്തിലെ മിറാജുദ്ദീൻ, സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. റിപ്പോർട്ടുകളിലേക്ക് വിശദമായി. ചെർപ്പളശ്ശേരി നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥയിൽ MLA പരിഹസിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. MLAയുടെ ചിത്രമുള്ള മുഖംമൂടി ധരിച്ചെത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. MLAയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് നേതാക്കൾ പരിഹസിച്ചു. ഞാനാണ് നിങ്ങളെ 3.5 വർഷം മുൻപ് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തില് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട നിങ്ങളുടെ സ്വന്തം MLA. ഞാൻ ഈ ഓണത്തിന് മുൻപായി ചെർപ്പളശ്ശേരി ടൗണിലെ ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എൻ്റെ ഊരാളിങ്കലിന് വിശ്വാസമില്ലാത്തത് കാരണം ഞാൻ നേരിട്ടിറങ്ങി ഇന്നു മുതൽ പണി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഓണമില്ലെങ്കിൽ അടുത്തോണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോണത്തിന് മുൻപായി ചെർപ്പളശ്ശേരി ടൗണിലെ ടാറിംഗ് തീർക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നഗരനവീകരണത്തിലെ അപാകതകളും ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ മൂലം ഗതാഗതക്കുരുക്കും അനുദിനം മുറുകുന്ന സാഹചര്യത്തിലാണ് MLAയുടെ വാക്കുപാലിക്കാത്ത സമീപനം പരിഹാസ്യരൂപേണ അവതരിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സമരത്തിനിറങ്ങിയത്. MLAയുടെ മുഖം മൂടി ധരിച്ച് മുദ്രാവാക്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെർപ്പളശ്ശേരി നഗരത്തിലുടനീളം പ്രകടനം നടത്തിയത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി സമരം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരിയിലെ വ്യാപാരികളെയും ജനങ്ങളെയും ഒന്നടങ്കം ദുരിതത്തിലാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ചില വ്യാപാരികളോടുള്ള MLAയുടെയും നഗരസഭയുടെയും വിരോധമാണ് ഇതിന് കാരണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നും നേതാക്കൾ പറഞ്ഞു. ചെർപ്പളശ്ശേരിയിലെ നഗര നവീകരണം കഴിഞ്ഞ 1 വർഷത്തോളമായി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മുൻപായി ഈ പ്രശ്നം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ MLA എല്ലാ മാസവും ഉള്ളൊരു ഡേറ്റ് നോക്കി ഓഗസ്റ്റ് 19 പറഞ്ഞു. അത് കഴിഞ്ഞ് നവംബർ 19 ഇപ്പോഴും ചെർപ്പളശ്ശേരിയിലെ നഗര നവീകരണവുമായി ഉള്ള പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെർപ്പളശ്ശേരിയിൽ ഓണത്തിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓണപ്പുടവ വാങ്ങുന്നതിനോ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനോ ചെർപ്പളശ്ശേരിയിലേക്ക് വരുന്നവർക്ക് യാതൊരു സൗകര്യവുമില്ലാതെ ഒന്ന് ചെർപ്പളശ്ശേരിയിൽ കാല് കുത്താൻ പോലും പറ്റാത്ത വിധത്തിൽ ചളിയാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഊരാലുങ്കലിന്റെ നേതൃത്വത്തിൽ ഒരു 2 JCB പല കടകൾക്ക് മുൻപിലായി പണിയെടുക്കുന്നുണ്ട്. ചെർപ്പളശ്ശേരിയിലെ വ്യാപാരികൾ അവരൊന്നടങ്കം ധർമ്മസങ്കടത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊരു പ്രതിസന്ധി കാലം വന്നപ്പോഴും, കോവിഡ് കാലമായാലും പ്രളയകാലമായാലും, ഏറ്റവും അവസാനം വയനാട് ദുരന്തമായപ്പോഴും ചെർപ്പളശ്ശേരിയിലെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ മാറോട് ചേർത്ത് പിടിച്ച് അവരെ സഹായിച്ച വ്യാപാരികൾ അവർ ഒരു സീസൺ, ഒരു ഓണ സീസൺ, അതുപോലെ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസൺ അവരെ സംബന്ധിച്ചോളം 4 കച്ചവടം നടക്കുന്ന സമയമാണ്. എന്നാൽ കഴിഞ്ഞ ശനിയും ഞായറും, ഓണത്തിന് മുൻപുള്ള ശനിയും ഞായറും അവധി ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ചെർപ്പളശ്ശേരിയിലെ പല കടകൾക്ക് മുൻപിലും കയറ് കെട്ടി ഊരാലുങ്കൽ ഒരു പ്രത്യേക വിരോധം തീർക്കുന്നത് പോലെ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമുള്ള ചില ചടങ്ങുകളാണ് നടത്തിപ്പോയത്. നമുക്കറിയാം, ഇപ്പോൾ MLAയ്ക്കും ചെർപ്പളശ്ശേരിയിലെ വ്യാപാരികളും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അതൊരു അടച്ചിട്ട റൂമിലിരുന്ന് സംസാരിച്ച് തീർക്കാൻ തയ്യാറാവണം. നിങ്ങൾ തമ്മിലുള്ള ഈ ചക്കുളത്തി പോര് കാരണം ചില വ്യാപാരികളെ ഉപദ്രവിക്കാനുള്ള MLAയുടെയും കരുതിക്കൂട്ടിയുള്ള ചെർപ്പളശ്ശേരി നഗരസഭയുടെയും ശ്രമം കാരണം ചെർപ്പളശ്ശേരിയിലെ ജനങ്ങളാണ് ഇന്ന് വലഞ്ഞിരിക്കുന്നത്. ഈ ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ചെർപ്പളശ്ശേരിയിൽ ഉണ്ടാവും. കാരണം ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ഒരു MLAയും ഭരണ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പരസ്പരം പഴിചാരി ഓഗസ്റ്റ് 19
വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ KSEBയും റോഡ് അവരുടെ പ്രവൃത്തി കഴിഞ്ഞ് ഊരാലുങ്കലിന് കൈമാറാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നും KSEBയുടെയും വാട്ടർ അതോറിറ്റിയും പണിയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുടിക്കുന്നൻ അധ്യക്ഷത വഹിച്ചു. പി സുബീഷ്, ഷബീർ റക്കിങ്ങൽ, രജി ദേവി, സിഹാബ് മുളഞ്ഞൂർ, അരുൺ കുറ്റിക്കോട്, സജീദ് ഉറവൻകുന്നത്ത്, ശരത് VP തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറിക്ക് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. കൂടുതൽ തുക അനുവദിക്കുന്നത് എസ്റ്റിമേറ്റ് പരിശോധിച്ച ശേഷം മതിയെന്ന ഭരണപക്ഷത്തെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ. തുക അനുവദിച്ച ശേഷം പരിശോധിക്കാമെന്ന് ചെയർമാൻ. നേരത്തെ അനുവദിച്ച് എഗ്രിമെന്റാക്കിയ 1.56 കോടി രൂപയ്ക്ക് പുറമെയാണ് വീണ്ടും 50 ലക്ഷം കൂടി അനുവദിക്കണമെന്ന അജണ്ട കൗൺസിൽ യോഗം ചർച്ച ചെയ്തത്. നേരത്തെ അനുവദിച്ച 1.5 കോടി രൂപ കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 50 ലക്ഷം രൂപയുടെ കൂടി എസ്റ്റിമേറ്റ് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് സമർപ്പിച്ചത്. ഒരു ഡിസ്പെൻസറിക്ക് 2 കോടി രൂപ മുടക്കുന്നതിലെ ഔചിത്യം ഇടതംഗങ്ങളും UDFിലെ ചില അംഗങ്ങളും ചോദ്യം ചെയ്തു. 1.5 കോടി രൂപയുടെ പ്രവൃത്തി അവിടെ നടന്നതായി കാണുന്നില്ലെന്ന് കോൺഗ്രസിലെ അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു. 2-3 മുറികൾ മാത്രമാണുള്ളത്. ഇതിന് നേരത്തെ അനുവദിച്ച 1.5 കോടിക്ക് പുറമെ 50 ലക്ഷം കൂടി അനുവദിക്കുന്നത് വിശദമായ പരിശോധന നടത്തിയ ശേഷം മതിയെന്ന് അരുൺകുമാർ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ പ്രൊജക്ട് അവിടെ നടക്കണമെന്ന് സംശയമാണ്. അത് എഞ്ചിനീയറിംഗ് അല്ല, 3 2 3 റൂമൊന്നുമല്ല ഇത്. നിങ്ങളത് അല്ലല്ല അവിടെ അല്ല ഏകദേശം നമുക്കറിയില്ല. അത് എഞ്ചിനീയർമാരുടെ വാല്യൂഷൻ നടത്തുന്നത്. ഇപ്പോ ഇത് ഏജൻസിക്ക് കൊടുത്തതാണ്. അതിന്റെ പൂർത്തീകരണം നടത്തി അതിന്റെ ഇവിടുന്ന് ഈ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ പോയിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞ വൻ കൊള്ളയാണ് ഇത്തരം നിർമ്മാണ പ്രവൃത്തികളുടെ മറവിൽ നടത്തുന്നതെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്തരമൊരു കെട്ടിടം പണിയുമ്പോൾ ഒരു ചതുരശ്ര അടിക്ക് എത്ര രൂപ വരുമെന്ന് വേറെ ഒരു ഏജൻസിയെ കൊണ്ട് പരിശോധിച്ച ശേഷം മതി തുക അനുവദിക്കാനെന്നും നഗരസഭയുടെ പണം ചെലവഴിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ വേണമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാനിത് പണ്ട് പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞു സിൽക്ക് എന്ന് പറഞ്ഞ ഏജൻസിയാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിൽക്ക് എന്ന് പറഞ്ഞ ഏജൻസി അവരാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്, അവരാണ് നോക്കുന്നത്, അവരാണ് വാല്യൂഷൻ നടത്തുന്നത്. വലിയ കൊള്ളയാണ് ഏജൻസികൾ നടത്തുന്നത്. ഏജൻസികള് മറവിൽ നടക്കുന്നത് സർക്കാർ അംഗീകരിച്ചത് നമ്മൾ അംഗീകരിക്കണ്ടല്ലോ. സർക്കാർ അംഗീകരിച്ചതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ? കാര്യങ്ങളിൽ ഇപ്പോ ഇവിടെ MLA-മാരുടെ വർക്കുകൾ എല്ലാ ഏജൻസികളാണ് ചെയ്യുന്നത്. 2 കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ നഗരസഭയിലെ 50 കുടുംബങ്ങൾക്ക് വീട് അനുവദിക്കാമായിരുന്നുവെന്നും അവസാന നിമിഷം പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നത് അനുവദിക്കാനാവില്ലെന്നും മുസ്ലിം ലീഗിലെ ഷമീർ വേളക്കാടൻ പറഞ്ഞു. വികസനത്തിന് തങ്ങളാരും എതിരല്ല, പക്ഷേ കൂടുതൽ തുക അനുവദിക്കുന്നതിന് മുമ്പ് ഇത്രയും തുക ചെലവ് വരുമോ എന്ന് പരിശോധിക്കണമെന്ന് കൗൺസിലർമാരായ K മൻസൂർ, മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ആവശ്യപ്പെട്ടു. സർക്കാർ ഏജൻസിയാണ് പ്രവൃത്തി നടത്തുന്നതെന്നും അവർ നൽകിയ എസ്റ്റിമേറ്റ് തുക അനുവദിക്കുന്നതിലൂടെ ഒരു കൗൺസിലർക്കും ബാധ്യത വരില്ലെന്നും ലീഗിലെ C ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. പദ്ധതി പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് K ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പരിശോധന നടത്തിയ ശേഷമേ തുക അനുവദിക്കാനാവൂ എങ്കിൽ പദ്ധതി പാതി വഴിയിൽ നിർത്തേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. അക്രഡിറ്റഡ് ഏജൻസിയായ സിൽക്കാണ് പ്രവൃത്തി നടത്തുന്നത്. കൃത്യമായ എസ്റ്റിമേറ്റും എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിലുമാണ് പദ്ധതി നടത്തുന്നത്. അതിൻ്റെ പുറത്തൊരു പരിശോധന നടത്തുന്നതിൽ അർത്ഥമില്ല. അനുവദിക്കുന്ന തുകയിൽ നിന്ന് 18% GST നൽകണമെന്നും ബഷീർ പറഞ്ഞു. പല റേറ്റുകൾ കേട്ടോളി, പല റേറ്റും പല രീതിയിലാണ്. അതായത് കംപ്ലീഷൻ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഗുണമേന്മക്ക് അനുസരിച്ചുകൊണ്ട് റേറ്റ് മാറും. ഒരു 4000 രൂപ വരെ ആവാം, 5000 രൂപയാവാം, 1500 ചെയ്യാം, 2000 ചെയ്യാം. അത് ഈ കെട്ടിടത്തിന്റെ ഇതിന്റെ കംപ്ലീഷന്റെ എസ്റ്റിമേറ്റ് എത്രയാണ് ഇതിന്റെ റേറ്റ് വെച്ചിട്ട് അവർ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പറയാം. പരിശോധന നടത്താതെ തുക അനുവദിക്കുന്നതിനോട് ഇടത് അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചു. ദേഹത്ത് പരിക്കേറ്റ യുവാവ് ചികിത്സയ്ക്കിടെ മരിച്ചു. മണ്ണാർക്കാട് പുല്ലിശ്ശേരി പാലത്തോണി വീട്ടിൽ അബ്ദുൾ ജലീലിന്റെ മകൻ ജാബിറാണ് കോയമ്പത്തൂരിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. 29 വയസ്സായിരുന്നു. മാതൃസഹോദരങ്ങൾ സംഘം ചേർന്ന് ആക്രമിച്ചെന്ന് കാണിച്ച് പിതാവിന്റെ സഹോദരൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ദേഹത്ത് പരിക്കുകളോടെ കഴിഞ്ഞ ദിവസമാണ് ജാബിറിനെ കൊഴിഞ്ഞാമ്പാറയിലുള്ള പിതാവ് അബ്ദുൾ ജലീലിന്റെ അടുത്തെത്തിച്ചത്. ആദ്യം പൊള്ളാച്ചി ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂർ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ചികിത്സയ്ക്കിടെ ബുധനാഴ്ചയാണ് മരിച്ചത്. ലഹരി ഉപയോഗിച്ച് ചങ്ങലേരിയിലെ ഉമ്മ സാബിറയുടെ വീട്ടിലെത്തി ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും ഉമ്മയെ ആക്രമിക്കുകയും ചെയ്തതോടെ ഉമ്മയുടെ സഹോദരങ്ങൾ ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ചങ്ങലേരിയിലുള്ള ബന്ധുക്കൾ പറയുന്നത്. അതേസമയം ഉമ്മയെ ആക്രമിക്കുന്നത് അറിഞ്ഞ് എത്തിയ ഉമ്മയുടെ സഹോദരങ്ങൾ ജാബിറിനെ സംഘം ചേർന്ന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്ന് കാണിച്ച് പിതൃ സഹോദരൻ ഷറഫുദ്ദീൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി.
ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്ന് മണ്ണാർക്കാട് SI പറഞ്ഞു. മരണകാരണം മർദ്ദനം മൂലമാണോ എന്ന് അറിയാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം വ്യക്തമാകൂ. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളതെന്നും SI പറഞ്ഞു. ജാബിറിന്റെ മാതാപിതാക്കൾ വർഷങ്ങളായി അകന്നാണ് കഴിയുന്നത്. 1 വർഷമായി ജാബിർ ചങ്ങലേരിയിലെ ഉമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അമ്പലപ്പാറയിൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘത്തിലെ 2 പേർ കൂടി അറസ്റ്റിൽ. തൃശൂർ സ്വദേശികളായ മിറാജുദ്ദീൻ, സുരേഷ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലപ്പാറ പുളിയങ്കാവ് റോഡിൽ വെച്ച് പൊട്ടച്ചിറ വീട്ടിൽ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് ഒറ്റപ്പാലം പോലീസ് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. തൃശൂർ ചാവക്കാട് തേച്ചൻപുരക്കൽ വീട്ടിൽ 32-കാരനായ മിറാജുദ്ദീൻ, കുന്നംകുളം അമ്മാട്ട് വീട്ടിൽ 48-കാരനായ സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 2 പേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. പനമണ്ണ സ്വദേശികളായ രഞ്ജിത്ത്, മഹേഷ് എന്നിവർ നേരത്തെ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. ജൂൺ 19 രാവിലെയായിരുന്നു കാറിലെത്തിയ സംഘം വീടിന് സമീപത്ത് നിന്നും സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സമീപത്തെ വീടിലേക്ക് ഓടിക്കയറിയാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട താൽപ്പര്യങ്ങളാണ് കൊട്ടേഷന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. കൊട്ടേഷൻ ഏറ്റെടുത്ത ആളെ കണ്ടെത്തിയാലേ കേസിന്റെ ചുരുളഴിക്കാനാവും. ഒറ്റപ്പാലം SHO A അജീഷ്, SI M സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പുരോഗമനം പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. MES ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് സംഘടിപ്പിച്ച ഓണം സൗഹൃദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു ഫസൽ ഗഫൂർ. വർഗീയത രാഷ്ട്രീയ പ്രേരിതമാണ്. മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങളിൽ വർഗീയതയില്ലെന്നും വ്യാപാരങ്ങളിലും ചികിത്സയിലും ക്യാമ്പസുകളിലുമൊന്നും ആരും വർഗീയത കാണുന്നില്ലെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം പൊതു ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വേറെ ഒരു സംഘടനയും കേരളത്തിലില്ല. ഇതുമാതിരി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഓണം കൊണ്ടാടുന്നുണ്ടോ, ക്രിസ്മസ് കൊണ്ടാടുന്നുണ്ടോ, അതെല്ലാം കൊണ്ടാടുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ബേക്ക് മുറിക്കുന്നുണ്ട്, ഓണം കൊണ്ടാടുന്നുണ്ട്, ഈദ് സോഷ്യൽ നടത്തുന്നുണ്ട്, നോമ്പ് നടത്തുന്നുണ്ട്, ഇതെല്ലാം നടത്തുന്നുണ്ട്. എല്ലാ ആൾക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പങ്കുചേരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറത്ത് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പറയാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് MES ഈ തീരുമാനം എടുത്തത്. 100 സ്ഥലത്ത് ഓണം കൊണ്ടാടണം. 100 സ്ഥലത്ത് ഓണം കൊണ്ടാടുക മാത്രമല്ല, സെക്കുലർ ചിന്താഗതിയുള്ള അതിനുവേണ്ടി പോരാടുന്ന എഴുത്തുകാര്, ചരിത്രകാരന്മാര്, രാഷ്ട്രീയക്കാര്, അത് എന്തിനും സിനിമാ നടന്മാരടക്കമുള്ള ആൾക്കാരെല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തണമെന്നുള്ളത് നടത്തി. ഞാനൊരു MES വജ്ര ജൂബിലിയോടനുബന്ധിച്ച് MES സംസ്ഥാന കമ്മിറ്റി 170 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഓണം സൗഹൃദ സദസ്സിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, MES സംസ്ഥാന സെക്രട്ടറി A ജബ്ബാർ അലി, ജില്ലാ സെക്രട്ടറി A സയ്യിദ് താജുദ്ദീൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശിവപ്രസാദ് പാലോട്, KP അക്ബർ, ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവു വിളക്കുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ബോർഡ് യോഗത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പ് സമരം അംഗം P മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തെരുവുവിളക്ക്, ലൈഫ് ഭവന പദ്ധതി, മാലിന്യ സംസ്കരണം എന്നിവയിലുള്ള പഞ്ചായത്തിന്റെ അനാസ്ഥ അതിഗുരുതരമാണ്. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത തുടരുന്ന പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പ് സമരം പഞ്ചായത്ത് അംഗം P മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം P രഞ്ജിത്ത് അധ്യക്ഷനായി. P മധു, P ഷമീർ ബാബു, P അക്ബർ അലി, നൈസി ബെന്നി, അനിൽകുമാർ, A വിജയലക്ഷ്മി, അശ്വതി, ദിവ്യ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 10:15 അപകടം നടന്നത്. പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൽ എതിരെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു.
കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് കല്ലടി സ്കൂളിന് മുമ്പിലെ ഇറക്കത്തിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെ മറികടക്കുന്നതിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ സ്വകാര്യ ബസ് യാത്രക്കാരായ മുതുകുറിശി കറുപ്പൻ വീട്ടിൽ റഹിയാനത്ത്, പൈനടം കച്ചേരിക്കുന്നൻ വീട്ടിൽ രാധ, മാച്ചാന്തോട് സ്വദേശി ഫാത്തിമ എന്നിവരെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. മദ്യപിച്ച് വാഹനമോടിക്കൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിവരുന്നുണ്ട്. യാത്രക്കാരിൽ നിന്നും ഉയർന്നുവന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ പരിശോധനകൾ ആരംഭിച്ചത്. മദ്യപിച്ച വാഹനമോടിക്കൽ, സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ എല്ലാ സ്റ്റാൻഡുകളിലും സ്റ്റേജ് ഗാരേജുകൾ 185, അതായത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്ങിനെതിരായിട്ടുള്ള ചെക്കിങ് നടക്കുകയാണ്. ഗതാഗത മന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഇത് നടക്കുന്നത്. എല്ലാ ക്രൂവിൻ്റെയും, അതായത് കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും നമ്മളെല്ലാ സ്റ്റാൻഡുകളിലും ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നുള്ള ഒരു പരാതി നിലവിലുള്ളതിനാലാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുന്നത്. പട്ടാമ്പിയിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാതെയും സർവീസ് നടത്തിയ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധന സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, ഹരീഷ് മോൻ തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. SDTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ഖാജ ഹുസൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുവൽക്കരണം അവസാനിപ്പിക്കുക, സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ ഒഴിവാക്കുക, മത്സ്യബന്ധന മേഖലയിലെ ടോളുകൾ നിരോധിക്കുക, തോട്ടം മേഖലയിലെ CA കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. STDU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ഖാജ ഹുസൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ, ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തൂട്ടി മുത്തൂക്കൊപ്പം വിവിധ ഏരിയ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇനി കരിങ്കല്ലത്താണിക്കാരനും. ഷിഹാബ് പിലാക്കലാണ് തന്റെ ഏറെക്കാലത്തെ ആഗ്രഹം ഈ വർഷം സാക്ഷാത്കരിച്ചത്. റഫറി പട്ടത്തോടുള്ള കമ്പം മൂലം പഠിച്ചു നേടിയ എഞ്ചിനീയറിംഗ് ജോലി പോലും തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചാണ് ഷിഹാബ് തന്റെ ആഗ്രഹം സഫലമാക്കിയത്. ഫുട്ബോൾ കളിക്കുന്നതിനേക്കാൾ ഷിഹാബ് ഇഷ്ടപ്പെട്ടത് കളിയെയും കളിക്കാരെയും നിയന്ത്രിക്കാനാണ്. ദേശീയ റഫറി സ്ഥാനമായിരുന്നു പ്രധാന ലക്ഷ്യം. റഫറിക്ക് വേണ്ട ബാലപാഠങ്ങൾ സ്കൂൾ കാലം മുതൽ പഠിച്ച ഷിഹാബ് അക്കാലത്ത് കരിങ്കലത്താണിയിലെയും പരിസരങ്ങളിലെയും കളികൾ നിയന്ത്രിച്ചിരുന്നു. തുടർന്ന് 2015 KFA ടെസ്റ്റ് പാസ്സായി ഔദ്യോഗിക റഫറി സ്ഥാനം നേടി. കേരള പ്രീമിയർ ലീഗ്, ജില്ലാ ഡിവിഷനുകൾ, സുബ്രതോ മുഖർജി, ചാക്കോള, സംസ്ഥാന ജൂനിയർ സീനിയർ ടൂർണമെന്റുകൾ എന്നിവ പിന്നീട് നിയന്ത്രിച്ചു. ഇതിനുശേഷമാണ് ഈ വർഷം ഗോളിയോറിൽ നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നാഷണൽ ടെസ്റ്റിൽ പങ്കെടുത്തത്. തിയറി, പ്രാക്ടിക്കൽ, 2 ഘട്ട ഫിസിക്കൽ ടെസ്റ്റ് എന്നീ കടമ്പകൾ കടന്ന ഷിഹാബ് ഇപ്പോൾ ദേശീയ റഫറിയാണ്. ടെസ്റ്റിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞത് ആദ്യം സോണൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാൽ നാഷണൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അത് പാസ്സായാൽ തിയറി, അത് പാസ്സായ പ്രാക്ടിക്കൽ, ഇങ്ങനെ ഇത് 4 പാസ്സായിട്ടാണ് നമ്മൾ റഫറി ആയി മാറുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ഗോവയിൽ വെച്ചിട്ട് തന്നെ പിന്നെ ഒരു ടൂർണമെൻറ്റും കിട്ടി. അത് കഴിഞ്ഞ് ഗോളിയോറിൽ വെച്ചിട്ട് ജൂനിയർ നാഷണൽ ടൂർണമെൻറ്റും ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ റഫറി ആയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കീഴിലുള്ള എല്ലാ ടൂർണമെൻറ്റുകളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ജൂനിയർ ഐ ലീഗ് ക്വാളിഫയറുകൾ, ഐ ലീഗ്, സന്തോഷ് ട്രോഫി, ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ചിട്ടും നമ്മളെ പെർഫോമൻസിനനുസരിച്ചിട്ടും ആയിരിക്കും ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് പോസ്റ്റിങ്ങുകൾ തരുന്നത്.
ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞത് തനിക്ക് പ്രചോദനമായിരുന്ന കായിക അധ്യാപകരുടെ പിന്തുണ കൊണ്ടാണെന്ന് ഷിഹാബ് പറഞ്ഞു. എളാപ്പ റഫറി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ മാച്ചുകൾ ചെയ്തു വരുന്ന ഇങ്ങനെ സമയത്ത് നമ്മളെ മണ്ണാർക്കാട് സ്വദേശിയായ കുഞ്ഞലി മാഷാണ് എന്നെ ഇതിങ്ങനെ ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് ഇങ്ങനെ റഫറിങ് ടെസ്റ്റ് ഉണ്ട് അതിന് പോകുന്നിട്ട് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ശശികുമാർ സാറെ പരിചയപ്പെടുത്തി തന്നത്. സാറ് ജില്ലാ ഫുട്ബോൾ റഫറീസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും മുൻ ഐ ലീഗ് റഫറിയൊക്കെയാണ്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെയും ശശികുമാർ സാറ് അതുപോലെ തന്നെ അനിൽ സാറ് ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ ഞങ്ങളുടെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ വർഷത്തിൽ 3 പ്രാവശ്യം ഞങ്ങൾക്ക് ഫുട്ബോൾ അസോസിയേഷനിലെ റഫറിമാർക്കായിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങൾ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഗൈഡൻസ് അതേപോലെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലുള്ള ഞങ്ങളുടെ HORമാർ സോണൽ HORമാർ മാച്ച് അസസർമാർ ഇവരുടെ എല്ലാവരുടെയും കൃത്യമായ ഗൈഡൻസിൻ്റെ കൂടെ പോയിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടത്തിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇതിൻ്റെ കൂടെ ഈ പ്രാവശ്യം അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് സലാഹുദ്ദീൻ ചെർപ്പശ്ശേരി സ്വദേശി അതുപോലെ തന്നെ ഒരു ജാഫർ യാദവ് ഞങ്ങൾ 4 പേരുമാണ് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് നാഷണൽ റഫറിമാരായിട്ട് പാസ്സായത്. ഈയിടെ ഛത്തീസ്ഗഡിൽ നടന്ന ജൂനിയർ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും ഷിഹാബ് നിയന്ത്രിച്ചിരുന്നു. കരിങ്കലത്താണിയിലെ മുൻ ഫുട്ബോൾ താരമായിരുന്ന പിലാക്കൽ മാനുവിൻ്റെ 3 മക്കളിൽ മൂത്ത മകനാണ് ഷിഹാബ്. പിതാവ് മാനുവും ഉമ്മ സീനത്തും ഭാര്യ സയീദയും സഹോദരങ്ങളായ സാദിഖ് അലിയും ആയിഷ ഷഹനയും പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട്. കരിങ്കലത്താണിയിലെ ആദ്യത്തെ ദേശീയ റഫറിയാണ് 32-കാരനായ ഷിഹാബ് പിലാക്കൽ. റഫറി പട്ടത്തോടുള്ള കമ്പം മൂലം പഠിച്ചു നേടിയ എഞ്ചിനീയറിംഗ് ജോലി പോലും തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചാണ് ഷിഹാബ് തൻ്റെ ആഗ്രഹം സഫലമാക്കിയത്. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെർപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിലകയറ്റം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്നു. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ചെർപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം കാണാത്ത രീതിയിൽ, ഈ നാട് കാണാത്ത രീതിയിലാണ് ഇന്ന് കേരളത്തിന്റെ ഭരണസമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മാഫിയ ഭരണകൂടത്തിനാണ് കേരളത്തിൽ നേതൃത്വം നൽകുന്നത്. നമ്മളെല്ലാവരും കണ്ടു. എന്തുകൊണ്ടാണ് UDF മാത്രമല്ല ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആശങ്കയോടുകൂടിയാണ് കേരളത്തിന്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇന്ന് RSSന്റെ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞത്? ഷാഫി പറമ്പിലല്ല, PC വിഷ്ണുനാഥല്ല, ഹൈബി ഈഡനല്ല, മറിച്ച് പറഞ്ഞത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാഫിയകളാണ് കൈയാളുന്നത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ MLA അല്ല, മറിച്ച് ഭരണകക്ഷി MLA ആയ PV അൻവറാണ് പറയുന്നത്. ആഭ്യന്തരം ഇന്നൊരു ഫോക്കസിന്റെ കയ്യിലാണ്. ആ ഫോക്കസ് ഇന്ന് ഈ രാജ്യത്ത് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്ത് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാഫിയ ബന്ധം വെളിപ്പെടുത്തിയത് നിലമ്പൂർ MLA അൻവറാണ്. ആ അൻവറിന്റെ വെളിപ്പെടുത്തലിലാണ് പല കാര്യങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ M ഗോവിന്ദൻകുട്ടി, KM ഹിസാഖ്, M അബ്ദുൾ റഷീദ്, VG ദീപേഷ്, വിനോദ് കളത്തൊടി, P സുബീഷ്, KPM മുഹമ്മദ് അലി, അനീസ് മുടിക്കുന്നൻ, സുഭാഷ് മഞ്ചക്കല്ല്, അയ്യപ്പൻകുട്ടി, ഷമീർ ഇറക്കിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പന്തം കൊളുത്തി പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എൻ ബിജു പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KMK ബാബു, നവാസ് പൊട്ടച്ചിറ, ഹനീഫ, മൻസൂർ ഇംബാനു, ആലിക്കുട്ടി, ഉസ്മാൻ, കുമാരൻ, യാസീർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പുത്രിക്കും അദ്ദേഹത്തിന്റെ പുത്രിപുത്രനായ മന്ത്രിപുത്രനായ ശ്രീമാൻ റിയാസിനും അതുപോലെ അദ്ദേഹത്തെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പറ്റം ആളുകൾക്ക് മാത്രമാണ് RSSും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ കഴിയാതിരുന്നത്. എന്നാൽ അന്ന് മുതലേ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തെ ജനങ്ങളോട് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കലാസംഗമം സംഘടിപ്പിച്ചു. വിവിധ രംഗത്തെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ കലാ സാഹിത്യ മേഖലാ രംഗത്തു നിന്നുള്ളവർ പങ്കെടുത്തു. പ്രസിഡന്റ് വേണു പുഞ്ചപ്പാടത്തിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടറി രാജേഷ് പരിയാരംപറ്റ, എഴുത്തുകാരി പുണ്യ CR, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K ജയദേവൻ എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രുതി ജാനകി, ഹാർമോണിസ്റ്റ് ശരൺ അപ്പോസ്, ബാലതാരം അശ്വജിത്ത്, IPC മിസ്റ്റർ കേരളയിൽ ചാമ്പ്യനായ രോഷിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വെള്ളിനേഴി സ്നേഹസ്പർശം പാലിയേറ്റീവ് യൂണിറ്റ് കുടുംബസംഗമവും ഓണക്കിറ്റ് ഓണക്കോടി വിതരണവും നടത്തി. വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. K പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. വിവിധ പരിപാടികളോടെയാണ് വെള്ളിനേഴി സ്നേഹസ്പർശം പാലിയേറ്റീവ് യൂണിറ്റ് കുടുംബസംഗമവും ഓണക്കിറ്റ് ഓണക്കോടി വിതരണവും നടത്തിയത്. ജനങ്ങളെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളെയെല്ലാം എല്ലാ സഹായവും പിന്തുണയും സ്വീകരിച്ചുകൊണ്ട് എത്രയോ നല്ല മനുഷ്യർ ഈ ഓണാഘോഷ പരിപാടിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന കിറ്റ് വിതരണവും ഓണപ്പുടവ വിതരണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് വലിയ സഹായവും പിന്തുണയുമാണ് നമ്മുടെ നാടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. നല്ല മനസ്സുള്ള നാടാണ് നമ്മുടെ നാട്. എല്ലാത്തിനും അപ്പുറത്ത് ചിന്തിക്കുന്ന നല്ല മനുഷ്യരുള്ള നാടാണ് നമ്മുടെ നാട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ V ബിന്ദു, K അനിൽകുമാർ, C രാധാകൃഷ്ണൻ, K പ്രേമ, ഗോപാലകൃഷ്ണൻ, ഡോക്ടർ നവ്യ, ഡോക്ടർ ഷിബിൽ ഇബ്രാഹിം, ഡോക്ടർ മുഹമ്മദ് ഷെരീഫ്, ഡോക്ടർ വിജി, ഡോക്ടർ സരിക, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രുക്മണി, ഹെൽത്ത് ഇൻസ്പെക്ടർ U വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ ഗാനമത്സര വിജയി അനിരുദ്ധ പാട്ടുപാടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വെള്ളിനേഴി ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഗിരിജയും സംഘവും അവതരിപ്പിച്ച തുമ്പിതുള്ളൽ, കുറുവട്ടൂർ അളകനന്ദ തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി, വെള്ളിനേഴി GLP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച മാവേലി വരവേൽപ്പ്, ജീവനക്കാരും ആശാപ്രവർത്തകരും അവതരിപ്പിച്ച കലാപരിപാടികൾ എന്നിവയുണ്ടായി. ഓണസദ്യയും ഓണക്കോടിയും ഓണക്കിറ്റും അതിദരിദ്ര കുടുംബങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. കുടുംബശ്രീയും വിവിധ സ്ഥാപനങ്ങളും സുമനസ്സുകളും വ്യാപാരികളും സാധനങ്ങൾ സമാഹരിച്ചു നൽകി. വെല്ലപ്പുഴയിലെ യുവ കർഷകൻ സവാദ് കൊച്ചു ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പൂക്കളമിടാൻ മറുനാടൻ പൂക്കളെ ആശ്രയിക്കുന്ന നമുക്ക് നാട്ടിൽ തന്നെ പൂക്കൾ ലഭ്യമാക്കിയാണ് വല്ലപ്പുഴയിലെ യുവ കർഷകനായ സവാദ് കൊച്ചു ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. 30 സെന്റ് സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാ വീടുകളിലും അത്തം മുതൽ 10 ദിവസം പൂക്കളം ഒരുക്കി ഓണത്തിന് വലിയ ആഘോഷത്തോടു കൂടെ നല്ല രീതിയിൽ പൂക്കളം ഒരുക്കി നമ്മൾ ഓണത്തെ വരവേൽക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നതാണ്. അതിനുവേണ്ടി സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന തമിഴ്നാട് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂവിനെയാണ് ആശ്രയിക്കാറുള്ളത്. വലിയ വില കൊടുത്ത് ചെണ്ടുമല്ലി അതുപോലെ തന്നെ മറ്റു പ്രധാനമായും ചെണ്ടുമല്ലിയാണ്. നമ്മുടെ ചെണ്ടുമല്ലിക്കൊക്കെ വലിയ വില ഈ സീസൺ ആയി കഴിഞ്ഞാൽ കൊടുക്കുകയാണ്.
അപ്പോൾ അത്തരം ചാർജ് നമ്മുടെ ആളുകൾക്ക് വലിയ സാമ്പത്തികമായ നഷ്ടം വരുന്നത് പുറത്തുനിന്ന് എത്തുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്ത് തന്നെ കൃഷി ചെയ്തെടുക്കുമ്പോൾ അത്തരത്തിലൊരു പ്രയാസമില്ലാതെ നമ്മളെ ഏറ്റവും അടുത്ത് നിന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവൻ, അതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി വിത്തും അതുപോലെ തന്നെ തയ്യും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ കാർഷിക വികസന സമിതി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് അത് ചെയ്യാൻ ഒരു കർഷക വിഭാഗം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സത്യഭാമ അധ്യക്ഷയായി. വാർഡ് മെമ്പർ CK സിദ്ദിഖ്, കൃഷി ഓഫീസർ UV ദീപ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരും വിളവെടുപ്പ് ആഘോഷമാക്കാനെത്തി. കഴിഞ്ഞ വർഷത്തെ വല്ലപ്പുഴ പഞ്ചായത്തിലെ യുവ കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് സബാത് കൊച്ചു. വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി ചന്ത ആരംഭിച്ചു. 31ഓളം ഇനങ്ങളാണ് ചന്തയിലുള്ളത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് പച്ചക്കറികൾ ഇവിടെ നൽകുന്നത്. പേങ്ങാട്രി ഹെഡ് ഓഫീസിൽ വെച്ച് ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരി നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി, ബാങ്ക് മാനേജർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വെള്ളിയാഴ്ച വരെ പച്ചക്കറി ചന്ത പ്രവർത്തിക്കും. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെല്ലായ പേങ്ങാട്രിയിൽ വെച്ച് പച്ചക്കറി ചന്ത നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. 42ഓളം പച്ചക്കറികൾ കുറഞ്ഞ വിലക്ക് ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാങ്ക് വർഷങ്ങളായി നടത്തിവരുന്ന ആ സതുദ്ദേശം ഇത്തവണയും ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. 42-ലധികം സാധനങ്ങൾ, പ്രത്യേകിച്ച് വലിയ ഉള്ളി പോലത്തെ സാധനങ്ങൾ വലിയ ഉള്ളി 52 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേമാതിരി എല്ലാ സാധനങ്ങളും ആര് വന്നിട്ടുണ്ടെങ്കിലും വല്ലപ്പുഴ സഹകരണ ബാങ്കിൽ നിന്നും വാങ്ങിയ വിലയും ബാക്കി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയ വിലയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈ ബാങ്ക് എന്നും കർഷകർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള ചരിത്രമാണുള്ളത്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഈ ബാങ്ക് കർഷകരോടും ജനങ്ങളോടും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഓണച്ചന്ത 3 ദിവസം ഉണ്ടാകും. ഒറ്റപ്പാലം വാരോട് അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ ഓഫീസിലും വാടനാംകുറിശി മേനോൻ കോമ്പൗണ്ടിലും വെച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ട്രസ്റ്റ് ചെയർപേഴ്സൺ C ശ്രീലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. M രാമചന്ദ്രൻ അധ്യക്ഷനായി. മുഹമ്മദ് അലി നാലകത്ത്, ബേബി, ഉഷ, TM ഗോപികൃഷ്ണൻ, MV ഗോപാലകൃഷ്ണൻ, അസീസ്, P വിജയൻ തുടങ്ങിയവരും സംസാരിച്ചു. 165 കിറ്റുകളാണ് വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പളശ്ശേരി നഗരത്തിലെ റോഡിന്റെ ശോച്യാവസ്ഥ, MLAയെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സമരം. MLAയുടെ മുഖം മൂടി അണിഞ്ഞ് പ്രകടനം നടത്തി. ഓണക്കാലത്ത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് നഗരസഭയും MLAയുമെന്ന യൂത്ത് കോൺഗ്രസ്. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം. എതിർപ്പുമായി ഭരണപക്ഷാംഗങ്ങളും. നേരത്തെ അനുവദിച്ച 1.5 കോടിയുടെ പ്രവൃത്തി നടന്നോ എന്ന് പരിശോധിക്കണമെന്നും അംഗങ്ങൾ. പുരോഗമനം പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. വർഗീയത രാഷ്ട്രീയ പ്രേരിതം. മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങളിൽ വർഗീയതയില്ലെന്നും ഫസൽ ഗഫൂർ. ദേഹമാകെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവ് മരിച്ചു. മണ്ണാർക്കാട് പുല്ലിശ്ശേരി സ്വദേശി ജാബിറാണ് മരിച്ചത്. മാതൃസഹോദരങ്ങൾ സംഘം ചേർന്ന് ആക്രമിച്ചെന്ന് കാണിച്ച് യുവാവിന്റെ പിതൃസഹോദരൻ പോലീസിൽ പരാതി നൽകി. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കൊട്ടേഷൻ സംഘത്തിലെ മിറാജുദ്ദീൻ, സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.